മതിയോ? ആ. ഇത് നല്ലതാണോ? പക്ഷെ നല്ല ആപ്പിളാ. ഇതുണ്ടോ? ആപ്പിള്, പിയർ. അപ്പൊ ഇതാണ് ഹാംസ്റ്റർ സിറ്റിയുടെ ഒരു പനോരമിക് ഷോട്ട് കേട്ടോ. ഇങ്ങോട്ട് നോക്കിയേ, ക്ലൈമറ്റ് ആണ്. നമ്മുടെ ബന്ദിപ്പല്ലേ ഇത്. ഇതിന്റെ അകത്ത് പിന്നെ ഈ സൈഡില് വലിയുടെ ഒരു പ്രതിമയൊക്കെ ഒരു ഓൾറെഡി എന്റെ വെച്ചു. പുറകെ വിഷ്ണു സൈക്കിൾ എവിടെ? ഞാൻ കണ്ടില്ലല്ലോ. എവിടെ? ഇല്ല ഇല്ല, അവിടെ ഇല്ല. വിഷ്ണു. ഹലോ, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ യൂഷ്വലി ഉള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ഒന്നുമല്ല, ബിക്കോസ് ഞാനിവിടെ സ്വീഡനിലെത്തി. അപ്പോൾ ഞങ്ങളിന്ന് ഞാനിന്ന് വന്നോ ഉടനെ ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങിയതാണ്. പുറത്തിറങ്ങാൻ ഒരു പർപ്പസ് ഉണ്ട്, ഇവിടുത്തെ ടാക്സ് ഏജൻസിയിൽ പോകണം. അപ്പോൾ ഞങ്ങളിത് ഈ ടാക്സ് ഏജൻസിയുടെ ബിൽഡിങ്ങിലെത്തി. അപ്പോൾ ഈ കാണുന്ന ഓഫീസെല്ലാം ഈ ഒരു ബിൽഡിങ്ങിൽ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് പോകേണ്ടത് എവിടെയായിരുന്നു? അല്ലേ 1E. ഓക്കെ ഓക്കെ, നൈസ്. ഇവിടെ എല്ലാം ലേഔട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സ്കാറ്റർ വിക്കറ്റ്, യെസ്, സ്കാറ്റർ വിക്കറ്റ് എന്നല്ലേ? യെസ്. ചെറിയ മഴയുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒരു മഴ തുടങ്ങിയിട്ടുണ്ട് ഇവിടെ കറക്റ്റ് ഫ്രണ്ടിലെത്തി കഴിഞ്ഞപ്പോൾ. ഞങ്ങളിത് ബിൽഡിങ്ങിലെത്തി. ലെഫ്റ്റിൽ കാണുന്നതാണ് ഈ ബിൽഡിംഗ് ആണ്, ഈ എൻട്രൻസ് ആണ് കാണുന്നത്. തൽക്കാലം ഞങ്ങളിവിടെ റെക്കോർഡ് ചെയ്യുന്നില്ല, ഞങ്ങൾ കയറിയിട്ട് ഇറങ്ങാം. അപ്പോൾ ഞങ്ങളിത് അപ്ലൈ ചെയ്ത് ഇറങ്ങി. മഴ മാറിയിട്ടില്ല. അപ്പോൾ ഞങ്ങളിത് ഇറങ്ങുകയാണ്. ഇവിടെ ഞങ്ങൾ ഇപ്പോഴാണ് ശ്രദ്ധിച്ചത്, ഈ ഫ്രണ്ടിൽ കാണുന്ന പബ്ലിക് ലൈബ്രറിയാണ്. അപ്പോൾ ഇവിടുത്തെ പബ്ലിക് ലൈബ്രറിയുടെ സ്പെഷ്യാലിറ്റീസ് ഒക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തേ. കാണുന്നതാണ് ഇവിടുത്തെ പബ്ലിക് ലൈബ്രറി. ഫ്രീ വൈഫൈ ഇതൊക്കെ അവൈലബിൾ ആണ്. പബ്ലിക്കിനൊക്കെ ഇവിടെ വന്ന് ബുക്സ് ഒക്കെ വായിക്കാം, പിന്നെ ഇവിടെ ടൈം സ്പെൻഡ് ചെയ്യാം, അങ്ങനെയൊക്കെ. താഴെ ഒരു റെസ്റ്റോറന്റ് ഉണ്ട്, പിന്നെ ഒരു ചിൽഡ്രൻസ് പ്ലേ ഹൗസ് ഒക്കെ പോലത്തെ ഒരു സെറ്റപ്പ് ഉണ്ട് കേട്ടോ. കാണാമോ? കാണാം. കണ്ടില്ലേ? ഇതൊരു വലിയ ബിൽഡിംഗ് കണ്ടോ, ഇങ്ങോട്ട് ഉണ്ട് കുറെ. കണ്ടോ? ഇത്രയും ഇത് കംപ്ലീറ്റ് ലൈബ്രറി തന്നെയല്ലേ? അതെ. നമുക്കിപ്പോ വർക്കൊക്കെ ചെയ്യണമെങ്കിൽ ഇവിടെ വന്നിട്ട് ഫ്രീ വൈഫൈ യൂസ് ചെയ്ത് ബുക്കൊക്കെ ചെയ്യാം. ബുക്കൊക്കെ ഇരിക്കണുണ്ടോ? നൈസ്. ഇതുപോലെ തന്നെ ലൈബ്രറിയാണ് ഞങ്ങളുടെ കോളേജിലെയും. പബ്ലിക്കിന് 5 മണി വരെ യൂസ് ചെയ്യാം, 12 മണി വരെ സ്റ്റുഡൻസിന് യൂസ് ചെയ്യാം, 5 മണി വരെ പബ്ലിക്കിന് യൂസ് ചെയ്യാം. ഇതുപോലെ തന്നെ ഒരു വലിയ ലൈബ്രറിയാണ് ഞങ്ങളുടേത്. നല്ല ഫെസിലിറ്റീസ് ആണ്. അതെ. ബൈക്കൊന്നും കാണുന്നില്ല. ബൈക്കൊക്കെ കുറവാണ് ഇവിടെ. ബൈക്ക് കുറവാണ്. മീൻസ് ടൂ വീലർ വളരെ റയർ ആയിട്ട്. ടൂ വീലർ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ പറയാ, അത് ഒരു സ്പോർട്സ് ബൈക്കുകളില്ലേ, അതൊക്കെ ആയിരിക്കും ഇവിടെ കൂടുതൽ. ഇവിടെ മെയിൻലി ട്രാവലിന് വേണ്ടിയിട്ട് കാർ തന്നെയാണ്. കാറാണ് മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത്, പിന്നെ സൈക്കിൾസ് ആണ് ചെറിയ ട്രാവലിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത്. യെസ്, ബൈക്കൊക്കെ കുറവായിരിക്കും. ബൈക്ക് ഞാൻ വല്ലപ്പോഴും കാണാറുള്ളത്. ബൈക്ക് ഇന്ന് ഞാൻ 2 സ്കൂട്ടർ ഉണ്ട്, അങ്ങനെ അല്ലാതെ വേറെ കണ്ടിട്ടില്ല. ഇതൊക്കെ എന്ത് ബിൽഡിംഗ് ആണെന്ന് അറിയാമോ? ഒന്നും മനസ്സിലാവില്ല. നെയിം ബോർഡ് ഇല്ല കേട്ടോ. ഒന്നിലും നെയിം ബോർഡ് ഇല്ലാത്തോണ്ട് എന്താണെന്ന് മനസ്സിലാവില്ല. അപ്പൊ അന്വേഷിച്ച് പിടിച്ച് വന്നാലാണ് മനസ്സിലാവുള്ളൂ. ഇതൊക്കെ അതൊക്കെ കാണുന്ന റെസിഡൻഷ്യൽ ബിൽഡിങ്സ് ആണെന്ന് തോന്നുന്നല്ലേ? കണ്ട കർട്ടനൊക്കെ കണ്ടില്ലേ? പിന്നെ ഇവിടെ ഇപ്പൊ എല്ലാ ബിൽഡിങ്ങും ഏകദേശം ഒരേപോലെ ഇരിക്കണ അതുകൊണ്ട് കൺഫ്യൂഷൻ ആവും. ശരിയാ. ഇതൊരു ബ്രെഡ് ഫാക്ടറിയാണ്. അതെ, നല്ല സ്മെല്ല് വരുന്നുണ്ട്. എനിക്കാണെങ്കിൽ കഴിക്കാനും തോന്നുന്നു. ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒരു പാർക്ക് പോലെ അല്ലെങ്കിൽ വാക്ക് വേ ഒക്കെ വെച്ചിട്ട് എന്തോ സെറ്റപ്പ് ആട്ടോ. ഒന്ന് പോയി നോക്കാന്ന് ഓർത്ത് ഞങ്ങൾ. നമ്മൾ ഇതിലെ പോണ ലേക്ക് കൂടാതായിരുന്നു. ഇത് ആളുകൾ നടക്കാൻ വരുന്ന സ്ഥലമല്ലേ, പിള്ളേരെയൊക്കെ വെച്ച് പോണുണ്ട്. നടക്കുകയൊക്കെ ചെയ്യാം. കണ്ട ഇതെന്തോ പിന്നെ പാർക്ക്, ഇവിടെ പാർക്ക് പോലെ എന്തോ സാധനമല്ലേ? നോക്കി, പാർക്കല്ല വിഷ്ണു, പ്ലേയിങ് ഏരിയ ആണെന്ന് തോന്നുന്നു ഇത് കുട്ടികളുടെ. അതാ പറഞ്ഞേ. ഇതാ ലൈബ്രറി, അതിന്റെ ബാക്ക് സൈഡിലാണ് കേട്ടോ. ഞങ്ങള് നടന്ന് ആ ലൈബ്രറിയുടെ സൈഡിൽ കൂടെ തന്നെ വന്നിട്ടോ. ഞങ്ങള് ആ ബ്ലോക്ക് മൊത്തം കവർ ചെയ്ത് ആ ലൈബ്രറിയുടെ ബാക്കിൽ തന്നെ എത്തി. ഇവിടെ പിക്നിക്കിനൊക്കെ വരാൻ പറ്റിയ സ്ഥലങ്ങളാണ്. ലൈബ്രറി എന്ത് വലിയ ലൈബ്രറിയാന്ന്. ശരിയാട്ടോ.
ഓ അമ്പോ നല്ല ആ വ്യൂ ആയിരിക്കും ആ ലൈബ്രറിക്ക് അകത്തിരുന്ന് നോക്കുന്നവർക്ക്. മനസ്സിലായി. എന്ത് അത് എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കാട്ടോ ഇങ്ങോട്ട്. അല്ലേ എങ്ങോട്ടാ പോണേ? ഇത് ഓ ഇങ്ങോട്ട് ഇറങ്ങാൻ പറ്റുമോ? ഇത് ഇറങ്ങാൻ തോന്നുന്നുണ്ട്. ആൾക്കാർ കിടന്ന് നോക്കിയപ്പോ ആ സൈഡിലേക്ക് പോയി കഴിഞ്ഞാല് കുറച്ചുകൂടി നല്ല വ്യൂ ആയിരിക്കും കേട്ടോ. എന്റെ ഫോണിൽ നെറ്റ് ഇല്ല. നൈസ്. ഓക്കെ. ദാരിദ്ര്യമാണ് ഇവിടെ വന്നേന്. എനിക്ക് Net ഫോട്ടോ ഇല്ല. എടുക്കാൻ വേണ്ടി താൻ എവിടെയെങ്കിലും സെറ്റ് ചെയ്യണം. ഇവിടെ എങ്ങാനും ഒക്കെ ആണെങ്കിൽ നമുക്ക് ഒരുമിച്ച് ഫോട്ടോ എടുക്കത്തില്ലേ? മെയിൻ റോഡിലോട്ട് കയറാൻ. ശരിയാ. മറ്റേ ഇതെന്നുള്ള നമ്മള് ലൈസൻസ് എടുത്തിട്ടേ. ഇവിടെ ഫിഷിങ് അലൗഡ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നത് ഇതിനൊക്കെ സെപ്പറേറ്റ് ആയിട്ട് അലോക്കേറ്റഡ് ആയിട്ടുള്ള സ്പേസസ് ഉണ്ടാവും. ആണോ? ചില സ്പേസിൽ ക്യാച്ച് ആൻഡ് റിലീസ് ആയിരിക്കും. അതായത് ഫിഷിനെ പിടിക്കുക ബട്ട് റിലീസ് ചെയ്യണം. നല്ല ക്വയറ്റ് ആയിട്ടുള്ള സ്ഥലം കേട്ടോ. ആളോ ലൈബ്രറി ഒക്കെ ഇരിക്കുന്ന ഏരിയ അല്ലേ? നല്ല ഭംഗിയുള്ള സ്ഥലം കേട്ടോ. എന്തോരോ ഫോട്ടോ വേണമെങ്കിലും ഒരു ഡിസ്റ്റർബൻസും ഇല്ലാതെ എടുക്കല്ലേ. ഫോട്ടോസ് ആൻഡ് വീഡിയോസ് ഒക്കെ എടുക്കാൻ പറ്റിയ സ്ഥലമാണ്. ബ്രിഡ്ജ് ഉള്ളത്. ഇത് ഈ ഒരു ട്രെൻഡ് ഇവിടെ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. 4 എണ്ണം ഉണ്ട്. 4 എണ്ണം അല്ല, അതിൽ കൂടുതലുണ്ട്. 8 എണ്ണം ഉണ്ട്. അങ്ങനെയാണ് സ്റ്റാർട്ട് ആവണേ. ട്രെൻഡ് ഇങ്ങനെയാണ് സ്റ്റാർട്ട് ആവണേ. എന്നിട്ട് 8 9 ഇവിടെ എനിക്ക് എല്ലായിടത്തും ഉണ്ടല്ലോ. എല്ലായിടത്തും ഉണ്ട്. അപ്പൊ ഇത് നടക്കാനൊക്കെ ആയിട്ടുള്ള ഒരു ബ്രിഡ്ജ് പോലെയാണ് തോന്നുന്നത്. ഇവിടെ നോക്കി, ഇവിടെ ഇഷ്ടം പോലെ ലോക്കുണ്ട്. ഇവിടെ ഉണ്ട് കേട്ടോ, ലോക്ക് ഉണ്ട്. അപ്പൊ നമ്മൾ വിചാരിച്ച പോലെ അല്ല കേട്ടോ. ഒരു ലവിന്റെ ലോക്ക് കിടക്കുന്നുണ്ടോ? വ്യത്യസ്തമായ ഒരാളെ എത്തിക്കുന്നുണ്ട്. ഓ, ഇതിനകത്ത് പേര് എഴുതിയിട്ടുണ്ട്. അതാണ് അതിന്റെ ട്രെൻഡ്. പക്ഷെ ഇതിലൊക്കെ പേരുണ്ടോ? പേരുണ്ടാവും. ഇതൊരു ഷോപ്പിംഗ് ഏരിയ അല്ലേ ആണെന്ന് തോന്നുന്നു. എന്റെ ക്ലോത്തിന്റെ ഒക്കെ ഉണ്ട്. ക്ലോത്തിങ് വലിയ കുറെ ഷോപ്സ് ഉണ്ട്. ഇത്രയും ഷോപ്സ് ഇങ്ങനെ ആക്ച്വലി ഇവിടെ ഞാൻ കണ്ടില്ല കേട്ടോ. ഇവിടെ അടുപ്പിച്ചല്ലേ. ഈ ഒരു ഏരിയയിലേക്ക് കാറും ബൈക്കൊന്നും കയറാൻ പാടില്ല എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. കണ്ടോ? ആ ഒരു റൈറ്റ് സൈഡിൽ കണ്ടോ? റൈറ്റ് സൈഡിലുള്ള പഴയ ഓൾഡ് ബിൽഡിംഗ് കണ്ടോ? അത് ആക്ച്വലി എനിക്ക് തോന്നുന്നത്, ഞാനിങ്ങോട്ട് വന്നതിന് വേണ്ടി ജസ്റ്റ് ഹിസ്റ്ററി ഒക്കെ നോക്കിയായിരുന്നു. അത് ഒരു പഴയ ഈ ഹാംസ്റ്റഡ് എന്ന് പറയുന്ന സിറ്റിയുടെ ഫോർട്ടിഫിക്കേഷൻ ഇല്ലേ, അതായത് വാറൊക്കെ വരുന്ന ടൈമിൽ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അതിന്റെ ഫോർട്ടിഫിക്കേഷന്റെ ഭാഗമാണെന്ന് തോന്നുന്നു. അതൊക്കെ കണ്ടോ? വീക്കെൻഡിൽ വരണം. ഇവിടെ നിറയെ ആളുകളും പിന്നെ പെറ്റ്സും ഒക്കെ ആയിട്ട്. ഞാൻ ഒരിക്കൽ വീക്കെൻഡിൽ വന്നപ്പോഴേക്കും ആളുകളെല്ലാം ഇവിടെ വന്ന് പെറ്റ്സ് ഒക്കെ ആയിട്ട് വന്നിരിക്കും. നല്ല ഭംഗി. ഇവിടെ ഒരു ഇത് സ്കാൻ ചെയ്തിട്ടാണ് ഇവിടുത്തെ സ്റ്റോറീസ് അറിയാൻ തോന്നുന്നത്. എനിക്ക് ഇതിന്റെ അടിയിൽ കൂടെ എന്തോ പാത്തുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഇതിന്റെ അടിയിൽ കൂടെ ഇത് എക്സാക്ട്ലി എന്താണെന്ന് മനസ്സിലാവണില്ല. ബട്ട് മോസ്റ്റ് പ്രോബബ്ലി ഈ ഒരു സിറ്റീനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വാള് ഉണ്ട് ഹിസ്റ്റോറിക്കലി. അങ്ങനെയൊക്കെ വായിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു ഭാഗമാണെന്നാണ് തോന്നുന്നത്. അപ്പൊ ഇതാണ് ഹാംസ്റ്റഡ് സിറ്റിയുടെ ഒരു പനോരമിക് ഷോട്ട് കേട്ടോ. വലിയതാ മരം കണ്ടോ? താഴേക്ക് വളരുന്ന മരം. എന്റെ ഷേപ്പ് ഉണ്ടല്ലേ? താഴേക്ക് വളരുന്ന മരം കണ്ടോ? ശരിയാണ്. അതെന്താ അങ്ങനെ പോണല്ലേ? വേര് വല്ല താഴേക്ക് പോണല്ലേ? ഗ്രാവിറ്റിക്ക് എതിരാ. ഇത് കണ്ടോ? ഇതെല്ലായിടത്തും ഇങ്ങനെയാണ് ചെയ്തു വെച്ചേക്കണല്ലേ. എല്ലായിടത്തും ഇരിക്കാനും സ്ഥലമുണ്ട്. അതുപോലെ തന്നെ പുല്ലൊക്കെ വെച്ച് പിടിപ്പിച്ച് നല്ല ഭംഗിയല്ലേ. പിന്നെ ഇവര് ഒരുപാട് ചെടികള് നല്ല ഭംഗിയില്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ തണുത്ത ക്ലൈമറ്റ് ആണ്. നമ്മുടെ ബന്ധിപ്പല്ലേ ഇത്? അമ്മ വീട്ടിലുണ്ട്, അമ്മയ്ക്ക് അയച്ചോളൂ. പിന്നെ എന്താന്ന് വെച്ചാൽ തണുപ്പല്ലേ. തണുപ്പായതുകൊണ്ട് എല്ലാം പിടിച്ചോളൂല്ലോ. നല്ല ഭംഗിയുള്ള ചെടികളൊക്കെ പിടിച്ചോളൂല്ലോ. ഓ, ഇത് സൂപ്പർ ആട്ടോ. നല്ല ഭംഗിയുണ്ട്. വലിയ ഇത് നോക്കി, താറാവിനെ കണ്ടോ? താറാവുണ്ടോ? അല്ല, ഇന്ന് വൈകിട്ട് ഡക്കറി ആയാലോ എന്ന് ഞാൻ ചോദിക്കായിരുന്നു. ഓ അങ്ങനെ ആയിക്കോട്ടെ.
പിടിക്കില്ലേ? ഒന്നും നോക്കണ്ട, കഴുത്തിന് പിടിച്ചാൽ മതി. പിടിക്കാൻ ആ പിടിച്ചോ, കഴുത്തിന് പിടിച്ചെങ്കിൽ എടുത്തോ. അല്ലേ ക്യാമറ തരുമോ? ക്യാമറ അല്ല, ഫോൺ തരുമോ? ഓക്കെ. അപ്പം ഞങ്ങൾ ഇവിടുന്ന് കയറി പോവാണ്. നല്ല തണുപ്പായി. അപ്പോൾ ഞാൻ ജാക്കറ്റ് എടുത്തിട്ടു. ജാക്കറ്റല്ല, ഹുഡി എടുത്തിട്ടു. പക്ഷെ നല്ല ഭംഗിയുള്ള സ്ഥലം അല്ലേ? ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു ഇവിടുന്ന്. നല്ല നല്ല അത് റെക്കോർഡ് ചെയ്തല്ലോ, ശരിയാ. നല്ല ഫോട്ടോസിന് പറ്റിയ സ്ഥലം, വാക്കിനൊക്കെ വരാൻ പറ്റിയ നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. അപ്പം ഞങ്ങൾ നേരത്തെ കണ്ട ഒരു എൻട്രൻസ് ഇല്ലേ, ആ എൻട്രൻസിലേക്ക് നേരെ ചെന്ന് കയറാണ്. എന്നിട്ട് നമ്മൾ തിരിച്ചു പോവാണ്. ഇതെന്താ സംഭവം ഇല്ലേ? ഇതെന്താ പറയണേ? ഒരു ഏലിയൻ സ്റ്റൈൽ ഗ്രാഫിറ്റി ആണെന്ന് തോന്നുന്നല്ലേ? ഏലിയൻസ് ആണ്. അതെ, അത് ഇല്ലുമിനാറ്റി ആണോ? ഇല്ലുമിനാറ്റി. യെസ്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് നടന്ന് ഇങ്ങോട്ട് വന്നു. ഇവിടെ ഒരു സിറ്റി സെന്റർ പോലെ, സിറ്റി സ്ക്വയർ അല്ലെങ്കിൽ എന്താ പറയുക, ഇവിടെ ഒരു സിറ്റി ഓപ്പൺ സ്പേസ് അതായത് ഇവിടെ എനിക്ക് തോന്നുന്നു ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ, ആക്ടിവിറ്റി ഏരിയ എന്നൊക്കെ പറയാം. കണ്ടോ, അവിടെ ആളുകൾക്ക് ഇരിക്കാനുള്ള സ്പേസ് ഉണ്ട്. എല്ലായിടത്തും ഉണ്ട് ആളുകൾക്ക് ഇരിക്കാനുള്ള സ്പേസ്. ഇവിടെ ഈ സിറ്റി ബിൽഡ് ചെയ്തേക്കുന്നത് തന്നെ ആളുകളുടെ കംഫർട്ട് നോക്കിയിട്ടാണല്ലേ? അങ്ങനെ തോന്നുന്നുണ്ട് അല്ലേ? ടോയ്ലറ്റ് ആണെന്ന് തോന്നുന്നു. ശരിയാട്ടോ, ഇത് പോർട്ടബിൾ അല്ല, ബട്ട് ടോയ്ലറ്റ് ആണ്. അതെ, ടോയ്ലറ്റ് ആണ്. ബട്ട് അപ്പൊ നല്ല ക്വാളിറ്റി ഉള്ളതായിരിക്കും അല്ലേ? 10 സെക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയും 100 രൂപ അടുത്തേ വരുന്നുള്ളൂ. 100 രൂപയുടെ അടുത്ത് ടോയ്ലറ്റിൽ പോകാനായിട്ട് അല്ലേ? ഇതൊരു മൂവി തിയേറ്റർ ആണ് കേട്ടോ. ആയിരിക്കില്ലേ? അതെ, മൂവി തിയേറ്റർ. അതിൻ്റെ ഉള്ളില് നോക്കിക്കഴിഞ്ഞാൽ കാണാം. പക്ഷെ അത് ഭയങ്കര വലിയ കളക്ഷൻ ഉള്ള ഒരു ഇതാണ് അല്ലേ? ഇതാണോ ഇനി 150യുടെ ഇത് ഷോപ്പ്? എനിക്കിടാൻ പറ്റിയ ഒരുപാട് ഡ്രസ്സൊക്കെ ഉണ്ട് കേട്ടോ. നെക്സ്റ്റ് വന്ന് ബർത്ത്ഡേ ആയതുകൊണ്ട് ഞാൻ ഈ ഷോപ്പൊക്കെ നോക്കി വെക്കുക. ഇങ്ങോട്ട് വരിക, വന്നിട്ട് സർപ്രൈസ് ആയിട്ട് എനിക്ക് വാങ്ങിച്ചു തരിക. തരുമെന്ന് ചോദിച്ചു. മഴ തുടങ്ങിയിട്ടുണ്ട്. കണ്ടോ, ഇവിടെ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ടോ? സൂപ്പർ മാർക്കറ്റ് ആണ് അല്ലേ? തന്റെ ഇതൊക്കെ ഉണ്ടല്ലോ, താനുണ്ടല്ലോ പുറത്ത്. അപ്പൊ നടന്ന് വീണ്ടും അവിടെ തന്നെ എത്തി നമ്മള്. ആ ഒരു ബിൽഡിംഗ് നോക്കിയല്ലേ, എന്റെ അമ്മോ എന്ത് ഭംഗിയാ. കേരളത്തിലെ വീട്ടമ്മമാരുടെ വീക്ക്നെസ് അല്ലേ? നമ്മള് കണ്ട അവിടെ നിന്നാണ് കുറച്ചു മുന്നേ വീഡിയോ എടുത്ത്. ലൈബ്രറി. അപ്പൊ ഇന്നത്തെ വഴികാട്ടി ഗൂഗിൾ മാപ്പ് അല്ല, വലിയാണ്. അപ്പൊ ഇന്ന് നമ്മൾ ഇന്ന് നമ്മൾ കുറച്ചേരം കഴിയുമ്പോ നോർവേന്ന് വ്ലോഗ് ചെയ്യും അല്ലെ? നല്ല ഭംഗിയുള്ള ബിൽഡിംഗ് അല്ലേ? ഒരു പള്ളിയുടെ എന്തോ ഒരു 2 വീലർ പോണ കണ്ടുപിടിച്ച്. വലിയ എന്താ പറയാനുണ്ടായിരുന്നേ? ഞാൻ പറഞ്ഞു വന്നോ, ഈ റോഡ് തന്നെ തിരിച്ചേക്കുന്നുണ്ടോ? അവിടെ വണ്ടി പോകാനായിട്ട്, പിന്നെ ഇതുണ്ടോ നടന്നു പോകാനായിട്ട്, സൈക്കിൾ. ഈ പെഡസ്ട്രിയന്റെ ഏരിയ ഒരു റോഡ് പോലെ തന്നെയാണ് ഇവർ ചെയ്തിട്ടുള്ളത്. അതെ, ഇത് സിഗ്നൽസ് ഒരു ഇതിന്റെ അകത്ത്. പിന്നെ ഈ സൈഡില് വലിയുടെ ഒരു പ്രതിമയൊക്കെ ഒരു ഓൾറെഡി വെച്ചു. പുറകെ വിഷ്ണു സൈക്കിൾ. എവിടെ? ഞാൻ കണ്ടില്ലല്ലോ. എവിടെ? മഴക്കാര് വെച്ചേക്കണുണ്ടാവില്ലേ? നല്ലൊരു മഴ കാണാനുണ്ട്.
കാണുമെന്ന് തോന്നുന്നു. എന്തൊക്കെ മോഡൽ വണ്ടികളല്ലേ. ഉം. അപ്പൊ ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഇതൊക്കെ ആപ്പിൾ മരങ്ങളാണ്. ഇവിടെ ഒരുപാട് സ്ഥലങ്ങൾ ഇതുപോലെ ഉണ്ട്. വഴി സൈഡുകളില് അല്ലാതെ ആളുകളുടെ കോമ്പൗണ്ടില് ആപ്പിള്, പിയർ ഒക്കെ ഫ്രൂട്ട് വെറുതെ വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ കാലാവസ്ഥയുടെ തോന്നുന്നു അല്ലേ? ഈ കാലാവസ്ഥയില് ഈ സാധനമൊക്കെ പിടിക്കൂലോ. അപ്പൊ നല്ല മധുരമാണ്. ഇതൊക്കെ നമുക്ക് കയറി പറിക്കാവുന്നതാണ് വലിയ പറയുന്നത്. ഇവിടെ ഈ ഏരിയയിലൊക്കെ ഉള്ളത് നമുക്ക് പറിക്കാവുന്നതാണ്. കാരണം ഇത് പ്രൈവറ്റ് പ്രോപ്പർട്ടി അല്ലല്ലോ. പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയുടെ സ്റ്റേ ആണ് ഈ കാണുന്നത് മൊത്തം. സ്റ്റുഡൻസിന്റെ അക്കോമഡേഷൻസ് ആണ് ഇതെല്ലാം. ഇതെല്ലാം യൂണിവേഴ്സിറ്റിയുടെ അക്കോമഡേഷൻസ് ആണ്. അപ്പൊ അതായത് ഫ്രീ ഒന്നല്ല, എന്നാലും ബട്ട് അക്കോമഡേഷൻസ് ഫ്രീ അല്ല, അതിനുള്ള കോസ്റ്റ് ഉണ്ട്. ബട്ട് കുറവുണ്ട് മറ്റ് പ്രൈവറ്റ് പാർട്ടികളുടെ. കണ്ടോ ഈ കിടക്കുന്നൊക്കെ ആപ്പിള് ആണ്. കണ്ടോ ഒരു 2-3 ആഴ്ച മുമ്പ് നിറയെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഇതെല്ലാം മുകളിലൊക്കെ ഉള്ളു. ഇവിടെ നിലത്ത് കിടപ്പുണ്ട് കൊറേ. കണ്ടോ ചീഞ്ഞുണങ്ങി. കണ്ടോ ഇത് അത്യാവശ്യം പഴുത്താണ്, നല്ലതാ. ഇതൊക്കെ നമുക്ക് പറിക്കാൻ പറ്റും. കണ്ട കിടക്കുന്നുണ്ടോ എന്റെ അമ്മ. മതിയോ? ഇത് നല്ലതാണോ? പക്ഷെ നല്ല ആപ്പിളാ. അല്ല, ഈ ചെറുതല്ലേ? ചെറുതാണ്, പക്ഷെ നല്ല മധുരം ഉണ്ടാവും. മധുരം ഉണ്ടോ ഇതിന്? അവിടെ പച്ച തന്നെയാണ്, കൊള്ളാം. അപ്പൊ ഇതാണ് വലിയ പഠിക്കുന്ന യൂണിവേഴ്സിറ്റി. സെറ്റപ്പാ. യൂണിവേഴ്സിറ്റിയുടെ പേര് പറഞ്ഞത് ഹാംസ്റ്റഡ് യൂണിവേഴ്സിറ്റി. അപ്പൊ ഈ കാണുന്നത് എല്ലാം തന്നെ യൂണിവേഴ്സിറ്റിയുടെ ഭാഗമല്ലേ? ഈ കാണുന്നത് യൂണിവേഴ്സിറ്റിയുടെ ഓരോ ബ്ലോക്കുകളാണ്. ഓരോ ബ്ലോക്കുകളിലാണ് ഒരുപാട് കോഴ്സുകളുണ്ട്. പിന്നെ ലൈബ്രറി. ഇതെന്ത് ഫ്രൂട്ടാ? വലിയ പിയർ. നല്ല പാകമായിട്ടുള്ളതൊക്കെ മോളിൽ കിടപ്പുണ്ട് കേട്ടോ. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി വലിയ കയ്യെത്തൂല. അതുകൊണ്ട് ഞാനിപ്പോ ചാടി പറിച്ചു കിടക്കേണ്ടി വരും. ഇതുണ്ടോ ആപ്പിള്, പിയർ, എല്ലാ അടിപൊളി സാധനങ്ങളാ. വെറുതെ അപ്പുറം പോവാ, പറിക്കുക, കഴിക്കുക. നല്ലല്ലേ? ചുവന്ന ആപ്പിൾ. അപ്പൊ ഞങ്ങള് ജസ്റ്റ് സ്ഥലമൊക്കെ ഒന്ന് നടന്ന് കണ്ടു. പിന്നെ ഞങ്ങള് ടാക്സി ഏജൻസി പോയി. പിന്നെ കുറച്ച് ആപ്പിൾ മോഷ്ടിച്ചു. അപ്പൊ ഇത്രയൊക്കെയാണ് ഇന്ന് ചെയ്തത്. അപ്പോൾ വേറൊന്നുമില്ല. ഇനിയിപ്പോൾ ഞങ്ങൾ സ്റ്റേ ഉള്ള സ്ഥലത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.